വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു പിടി പഞ്ചസാര ഉണ്ടെങ്കിൽ ഒരു പിടി നെല്ല് അല്ലെങ്കിൽ ഒരു പിടി പഞ്ചസാര എല്ലാവരെയും ഉഴിഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അഗ്നിയുള്ളവർ, അതായത് വീട്ടിൽ ശകലം അടുപ്പ് കത്തിക്കുന്നവരൊക്കെ ഉണ്ട്, അടുപ്പ് കത്തിക്കാവുന്നവർ ആ ഉഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന സമയത്ത് അടുപ്പിൽ കൊണ്ട് ഗണപതി ഭഗവാന് സമർപ്പിക്കുകയാണ് സങ്കല്പിച്ച. അഗ്നിക്ക് അശുദ്ധിയൊന്നുമില്ല. ശ്മശാനത്തിനടുത്ത് അഗ്നിയാണെങ്കിൽ പോലും നമുക്ക് പൂജകൾക്ക് എടുക്കാൻ വിധിയുണ്ട്. എന്തുകൊണ്ടാണ്? അഗ്നി സ്വയം അശുദ്ധമാകത്തുമില്ല, എന്നാൽ എല്ലാത്തിനും ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പിടി പഞ്ചസാര അല്ലെ ഒരു പിടി നെല്ല് ഉണ്ടെങ്കിൽ ഒരു പിടി എള്ള്, ഇതിൽ ഏതെങ്കിലും മൂന്നിൽ ഒരു ദ്രവ്യം മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുറ്റത്ത് കറിയ മുക്കുറ്റിയൊക്കെ ഉണ്ടാവും, അതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനീ പറയുന്ന സമയത്ത് ഉഴിഞ്ഞിട്ട് നമ്മളിവിടെ ഹോമകൂട്ടത്തിൽ സമർപ്പിക്കുകയാണ് സങ്കല്പിച്ച് ശകലം പേപ്പർ കത്തിച്ചിട്ട് നല്ലോണം പേപ്പർ കത്തിച്ചിട്ട് അതിനകത്ത് ഇട്ടാലും മതി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കവറിനകത്ത് മാറ്റി വെച്ചിട്ട് ജലത്തെ കൊണ്ട് സമർപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒഴിഞ്ഞിട്ടാൽ മതി. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാവുന്നവരൊക്കെ ഓം മഹാഗണപതിയെ നമാന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഓം ഗംഗണപതിയെ നമാന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒഴിഞ്ഞിടേണ്ട സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പറയാം, സമയത്ത് എല്ലാവരും എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഈ സ്ക്രീനിൽ പേര് നക്ഷത്രമൊക്കെ അയക്കുന്നതിൽ